ഗണപതി ക്ഷേത്രങ്ങളിൽ കറുകപ്പുല്ല് വഴിപാടായി സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ അനലാസുരൻ എന്ന ഒരു രാക്ഷസൻ തൻ്റെ കഠിനമായ തപസ്സിനു ശേഷം ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടി. പ്രപഞ്ചത്തിലുള്ള ഒരായുധവും തന്നെ നശിപ്പിക്കരുതെന്നും തനിക്ക് അഗ്നിയുടെ ശക്തി ഉണ്ടാകണമെന്നതുമായിരുന്നു ആ വരം. വരം ലഭിച്ച അനലാസുരൻ്റെ കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും അഗ്നിജ്വാലകൾ വമിക്കാൻ തുടങ്ങി. അസുരന്റെ ശ്വാസമേറ്റാൽ ചെടികൾ കത്തി നശിക്കാൻ തുടങ്ങി. മരണത്തെ ജയിച്ച് അമർത്യനായി മാറിയതിൽ അഹങ്കാരം പൂണ്ട അനലാസുരൻ മനുഷ്യരെയും ദേവകളെയും ഒരുപോലെ പീഡിപ്പിക്കാൻ തുടങ്ങി. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിനോ പരമശിവന്റെ ത്രിശൂലത്തിനോ അനലാസുരനെ നിഗ്രഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദേവകൾ ഗണപതി ഭഗവാനെ സമീപിച്ച് യാചിച്ചു. തൽക്ഷണം ഗണപതി അനലാസുരനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിച്ചു. കണ്ണുകളിൽ നിന്നും തീജ്വാലകൾ ഗണപതിയുടെ നേരെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന അനലാസുരനെ ഗണപതി തന്റെ വിശ്വരൂപം സ്വീകരിച്ച് മുഴുവനായും വിഴുങ്ങിക്കളഞ്ഞു. അനലാസുരനെ വിഴുങ്ങിയ ഗണപതിക്ക് അത്യുഷ്ണം അനുഭവപ്പെട്ടു. ഗണേശന്റെ വയറ്റിൽ അനുഭവപ്പെട്ടിരുന്ന അസഹനീയമായ ചൂട് കുറയ്ക്കാൻ വരുണദേവൻ മഴ പെയ്യിച്ചു. പരമശിവൻ ഗണേശന്റെ വയറിനു ചുറ്റും തണുത്ത സർപ്പത്തെ കെട്ടിവെച്ചു. തണുത്ത ചന്ദ്രദേവൻ ഗണേശന്റെ തലയിൽ ഉപവിഷ്ടനായി. വിഷ്ണു ഭഗവാൻ എപ്പോഴും വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന താമരപ്പൂക്കൾ ഗണേശന്റെ കയ്യിൽ നൽകി. ഇവയ്ക്കൊന്നിനും ഗണേശന്റെ ചൂടിനെ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു കൂട്ടം സന്യാസിമാർ അവർ യജ്ഞത്തിനായി ഉപയോഗിക്കുന്ന കറുകപ്പുല്ലുകൾ പാർവതി ദേവിക്ക് നൽകിയിട്ട് നിറഞ്ഞ മാതൃസ്നേഹത്താൽ 21 കറുകപ്പുല്ലുകൾ ഒറ്റക്കെട്ടായി ഗണേശന് നൽകിയാൽ അത്യുഷ്ണത്തിന് അറുതി വരുമെന്ന് അറിയിച്ചു. പാർവതി ദേവി നിറഞ്ഞ മാതൃസ്നേഹത്തോടെ 21 കറുകപ്പുല്ലുകൾ ഒറ്റക്കെട്ടായി ഗണേശന് ഭക്ഷിക്കാൻ നൽകിയതും ഗണേശന്റെ ചൂട് ശമിച്ചു. സന്തോഷവാനായ ഗണപതി മേലിൽ കറുകപ്പുല്ല് വഴിപാടായി നൽകി തന്നെ ആരാധിക്കുന്നവർക്ക് നിറഞ്ഞ കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്തു.